വേണുവങ്കിൾ എപ്പോഴാണ് ലാലേട്ടനെ ആദ്യമായിട്ട് കണ്ടത് എന്ന് ഓർമ്മയുണ്ടോ? ഞാനവിടെ തിരുവനന്തപുരത്ത് പരമശിവ മാസ്റ്റർ എന്ന് പറയുന്ന നൃത്താധ്യാപകൻ്റെ ഷെഡിൽ താമസിക്കുന്നു. ഒരു പത്രത്തിൽ പ്രവർത്തിക്കുന്നു, നാടകമുണ്ട്. അപ്പോൾ കുറച്ച് കുട്ടികൾ ചെറുപ്പക്കാർ എന്നെ കാണാൻ വന്നു. ഒരു സിനിമ എടുക്കുന്നു, അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരുടെ ആരുടെയും മുഖം എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഒരാളിൻ്റെ മുഖം വളരെ നാണം കുണുങ്ങിയായിട്ട് പുറകിൽ മാറി നിന്ന ഒരു, ഞാൻ ശരിക്കും പറഞ്ഞൊരു അമുൽ ബേബിയെ മാതിരി ഒരു 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 പയ്യൻ, അയാളുടെ ഛായ മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. അതായിരുന്നു മോഹൻലാൽ. ഭാരതം എന്ന സിനിമയുടെ ചർച്ചയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ സിനിമയിലെ അങ്ങയുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഭാരതം എന്ന് പറയുന്ന സിനിമ സംഭവിച്ചു പോയതാണ്. മറ്റൊരു കഥ തീരുമാനിച്ചിരുന്നു. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പ് ആ കഥയ്ക്ക് മറ്റേതോ സിനിമയുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞ് പേടിച്ച് ഈ കഥ മാറുകയും പുതിയ കഥ ഉണ്ടാവുകയും, ഒരിടത്ത് സ്ക്രിപ്റ്റ് എഴുത്ത് നടക്കുന്നു, ഒരിടത്ത് പാട്ടെഴുത്തും കമ്പോസിങ്ങും നടക്കുന്നു, ഒരിടത്ത് ഷൂട്ടിംഗ് നടക്കുന്നു. ഇങ്ങനെ ഉണ്ടായ അത്ഭുതകരമായ ഒരു സിനിമയാണ് ഭരതം. ലാലേട്ടൻ ആസ് എ ഹ്യൂമൻ ബീയിങ് എങ്ങനെയാണ് എന്നുള്ള നിലയിൽ ഒന്ന് പറഞ്ഞു തരാമോ? ലാലിനെ ആയാലും മറ്റാരെ ആയാലും ഞാൻ ശ്രദ്ധിക്കുന്നത് എന്നോടെങ്ങനെ പെരുമാറുന്നു എന്നുള്ള അടിസ്ഥാനത്തിലല്ല, അയാളെക്കാൾ താഴെയുള്ളവരോട്, അയാൾക്ക് സമനല്ലാത്തവരോട് ഒക്കെ ഇയാൾ എങ്ങനെയാണ് പെരുമാറുന്നത്, അവരോടുള്ള സമീപനം എന്താണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഒരാളെ നമ്മൾ ശരിക്കും നമ്മുടെ മനസ്സിലോട്ട് കയറ്റുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ലാലിന് 100 മാർക്ക് കൊടുത്തു കഴിഞ്ഞു. ലാലേട്ടനെ കുറിച്ച് ഇപ്പോൾ വേണുവേട്ടൻ ഒരു പുസ്തകം എഴുതുകയാണ് എന്ന് വിചാരിച്ചോളൂ. അങ്ങനെ എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ ലാലേട്ടനെ കുറിച്ച് ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു 3 കഥകൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അത് ഏതൊക്കെയായിരിക്കും? അത് കുഴപ്പിക്കുന്ന ചോദ്യമാണ്. അങ്ങനെയല്ല. ഇപ്പോൾ ഒന്ന്, മദ്രാസിൽ ഞങ്ങൾ വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ ഞാൻ താമസിക്കുക. ലാല് പതിവായിട്ട് അവിടെ വരും. ഒരു ദിവസം ലാല് മുറി വന്നപ്പോൾ ജോൺ അബ്രഹാം ഉണ്ട്. ജോൺ അബ്രഹാം പെട്ടെന്ന് പുറമേന്ന് പറയുന്നത് കുളിക്കുകയില്ല, വല്ല് തെക്കുകയില്ല, അങ്ങനെ ഒരു ആളാണെന്നാണ്. അപ്പോൾ ഇദ്ദേഹം ലാല് വന്ന ഉടനെ ഞാൻ പരിചയപ്പെടുത്തി, മോഹൻലാൽ. ജോൺ ചോദിച്ചു, വില്ലനായിട്ട് അഭിനയിക്കുന്ന ആളാണല്ലേ? ലാലൊന്നും വേണ്ടിയില്ല. അപ്പം ലാല് ചോദിച്ചു, കുളിച്ചോ? ജോൺ ചോദിച്ചു, എന്താ കുളിച്ചോ? ഞാൻ കുളിക്കാറില്ല. ബാ എന്ന് പിടിച്ചു. നേരെ ബാത്റൂമിലോട്ട് പോയി. ഞങ്ങളിവിടെ വേറെ ആൾക്കാരൊക്കെ ഇവിടെ വർത്താനം പറഞ്ഞിരുന്നു. എത്രയോ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. കുറേ കഴിഞ്ഞ് നോക്കിയപ്പോൾ ക്ലിക്ക്, സാക്ഷ എടുക്കുന്നു, ജോൺ ഇറങ്ങി വരുന്നു. ഇങ്ങനൊരു ജോണിനെ കണ്ടില്ല. ഭയങ്കര സന്തോഷമായിട്ട് ഒരു സാങ്കല്പിക ഗിറ്റാറൊക്കെ വായിച്ച് sometimes I feel like a motherless child എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പാട്ടൊക്കെ പാടി പുറകെ സോപ്പൊക്കെ തൂത്ത് മുണ്ടൊക്കെ മുടക്കി കുത്തി ഇദ്ദേഹം വരുന്നു. അങ്ങനെ അതിലൊരു സംഭവം ഉണ്ടായി. അതായത് ജോൺ അബ്രഹാമിനെ കുളിപ്പിച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ബനിയനകത്ത് കിടക്കുന്നു. പണ്ടങ്ങോ ഇട്ടതാണ്. 3ാം ക്ലാസ് പഠിക്കുമ്പോൾ ജോൺ ഇതുവരെ ഇങ്ങനൊരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പം പിന്നെ കാണുമ്പോൾ ചോദിക്കും, മോഹൻലാൽ എവിടെയുണ്ട്? ഞാൻ കുളിക്കാനാണോ? വേണുവങ്കിൾ പറഞ്ഞ പോലത്തെ കഥകൾ എന്തെങ്കിലും ലാലേട്ടന്? എത്രയോ കഥകൾ. ഇദ്ദേഹം ഒരു കഥയില്ലാത്ത മനുഷ്യനാണ്. അതുകൊണ്ട് ഒരുപാട് അതായത് ആക്ടർ ബന്ധമല്ല ഞാനും വേണുചേട്ടനുമായിട്ടുള്ളത്. ഞാൻ വേണുചേട്ടാ എന്നല്ല വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ വിളിക്കുന്നത് ശശി എന്നാണ്. അപ്പോൾ ശശി ചേട്ടാന്ന് വിളിക്കും, വേണുചേട്ടാന്ന് വിളിക്കും. ഇപ്പോഴത്തെ കാലത്ത് ശശി എന്ന് വിളിച്ചാൽ അതുകൊണ്ട് എൻ്റെ ഒരു വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ വേണുചേട്ടനെ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഈ വേദിയിൽ വരികയും ഇത്തരം സംഭാഷണങ്ങൾ ഏർപ്പെടാൻ സാധിച്ചതും ഞാൻ എൻ്റെ ഒരു ഗുരുത്വമായിട്ട് കാണുന്ന ചേട്ടാ.